രാമന്തളിയിൽ കോൺഗ്രസിന്റെ കൊടിമരവും യു.ഡി.എഫ് പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണന്റെ പ്രചരണ ബോർഡും നശിപ്പിച്ച നിലയിൽ പോലീസിൽ പരാതി നൽകി. രാമന്തളിയിൽ കോൺഗ്രസിന്റെ കൊടിമരവും യു.ഡി.എഫ് പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പ്രചരണ ബോർഡും നശിപ്പിച്ചു. രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രത്തിന് സമീപത്തെ കോൺഗ്രസ് ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് സ്ഥാപിച്ച കൊടിമരവും ഇവിടെ സ്ഥാപിച്ച യു.ഡി.എഫ് പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണന്റെ പ്രചരണ ബോർഡുമാണ് നശിപ്പിച്ചത്. രാമന്തളി സെൻട്രലിൽ സ്ഥാപിച്ച പ്രചരണ ബോർഡും നശിപ്പിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം. ഇത് സംബന്ധിച്ച് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. നമ്മുടെ പ്രിയപ്പെട്ട CPM-ൻ്റെയും ഇടതുപക്ഷ സുഹൃത്തുക്കളും ബംഗാളിനെ ഓർക്കുന്നത് നല്ലതായിരിക്കും. 35 വർഷക്കാലം ബംഗാൾ ഭരിച്ച് ബംഗാളിൽ ഇതുപോലെ ബോർഡുകൾ നശിപ്പിച്ച്, കൊടികൾ നശിപ്പിച്ച്, അവിടെ ഗാന്ധിജിയുടെ പ്രതിമ നശിപ്പിച്ച് മുമ്പോട്ട് പോയി. ആ CPM-നെ ഇന്ന് ബംഗാളിൽ കാണാനില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ CPM ഉണ്ടാകണം, ഇടതുപക്ഷം ഉണ്ടാകണം. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കണം. നമുക്ക് തെരഞ്ഞെടുപ്പ് ജനാധിപത്യ രീതിയിൽ നേരിടാം. സമാധാനപരമായി ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിങ്ങൾ കടന്നു വരണം. ഈ പ്രദേശത്ത് സമാധാന അന്തരീക്ഷം തകർക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും നടത്തരുത്. പോലീസ് കാര്യക്ഷമമായി ഇടപെടണം. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഗാന്ധി പ്രതിമ തകർത്തിട്ട് ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പോലീസ് അധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, പോലീസ് ഇതിൽ ശക്തമായി ഇടപെട്ടില്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വവും ഐക്യ ജനാധിപത്യ മുന്നണിയും ശക്തമായി ഇത്തരം നടപടികൾക്കെതിരെ പ്രതികരിക്കും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. DCC സെക്രട്ടറി കെ സുരേഷ് കുമാർ, മണ്ഡലം പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PV സുരേന്ദ്രൻ, KM തമ്പാൻ, MK പ്രിയേഷ് എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.